ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശു സ്നേഹിച്ച ശിഷ്യനാണ് ശിഷ്യന്മാരിൽ പ്രായം കൊണ്ട് ഇളയവനായ യോഹന്നാൻ സ്ലീഹ. സ്നേഹത്തെക്കുറിച്ച് ഏറെ എഴുതിയിട്ടുള്ള സ്ലീഹ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. ആദ്യം സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. സ്നാപകനാണ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ക്രിസ്തുവിന്റെ വിളിയുണ്ടാകുന്നത്. സകലം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ യാത്രയാവുകയാണ്. അന്ത്യത്താഴ വേളയിൽ യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ സ്ലീഹായെ കാണാം. യേശു ക്രൂശ് ചുമക്കുമ്പോഴും ക്രൂശിക്കപ്പെടുമ്പോഴും യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഏക ശിഷ്യൻ യോഹന്നാൻ സ്ലീഹായായിരുന്നു. സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ സുവിശേഷത്തിൽ 30-ലധികം പ്രാവശ്യം കാണാം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന ആ ഒരു വാക്ക് യോഹന്നാൻ സ്നാപകന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കാണാൻ കഴിയുക. അദ്ദേഹം പ്രായമായതിനു ശേഷവും എപ്പോഴും പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നത് പരസ്പരം സ്നേഹിക്കണമെന്നായിരുന്നു അത്രേ. യെരുശലേമിലായിരുന്നു പരിശുദ്ധ മാതാവിന്റെ മരണം വരെ അദ്ദേഹം. അതിനുശേഷം ഏഷ്യ മൈനറിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പിന്നീട് അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുന്നുണ്ട്. മറ്റൊരു വേളയിൽ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് അദ്ദേഹം എറിയപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നുമുണ്ട്. ഏറെ പ്രായമാകുന്നതുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു. പിന്നീട് സ്വാഭാവിക മരണം വരിച്ചു. ക്രിസ്തു സ്നേഹിച്ച, ക്രിസ്തുവിനെ അതിയായി സ്നേഹിച്ച, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് എപ്പോഴും നമ്മെ പ്രബോധിപ്പിച്ച സ്ലീഹ നമ്മോട് പറയുക, ക്രിസ്തുവിനെ അനുഗമിക്കണമെന്നും ക്രിസ്തുവിനെ സ്നേഹിക്കണമെന്നും പരസ്പരം സ്നേഹിക്കണമെന്നും തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.